അസ്സലാമലൈക്കും. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ. ഇത് പുതിയതല്ല കേട്ടോ, പഴയതാണ്. അൾമാറിൻ്റെ മുകളിൽ നിന്ന് കിട്ടിയാൽ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി. ഇതിൽ നല്ല ബബിള് വരുന്നൊരു സാധനമാണ്. ഇപ്പം നല്ലോണം ബബിളൊന്നും വരലുണ്ടാവില്ല, നമുക്ക് നോക്കാം. നല്ല സോപ്പും പതയൊക്കെ ഉണ്ട്, അത് ഞാൻ ഇപ്പോൾ എടുത്തതാട്ടോ. പിന്നെ ഞാനൊരു കാര്യം, ഇത് ഞാൻ എന്നോ എടുത്ത വീഡിയോ ആണ്, പക്ഷെ ഞാനിപ്പോഴാണ് കെട്ടിയൊക്കെ തെറിപ്പിച്ചിരിക്കണം. പിന്നെ നമ്മളൊന്ന് തുടച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കിട്ടോ, എല്ലാ മുക്കിലും മൂലയിലും ഒന്ന് തുടച്ച് വൃത്തിയാക്കി. പിന്നെ ഞാൻ ബാറ്ററി ഇടാൻ വിചാരിച്ചു. ഞാൻ ആദ്യം വിചാരിച്ചു 2 മതിയാവുമെന്ന്, പിന്നെ അല്ലേ മനസ്സിലായത് 4 വേണം കേട്ടോ. പണ്ട് അൽമാരിൻ്റെ മുകളിൽ വെച്ചതല്ലേ, ഇപ്പം എനിക്കൊന്നും ഓർമ്മയില്ല. അപ്പം ഞങ്ങൾ 2 ബാറ്ററിയും കൂടി എടുത്തിട്ട് അതിൻ്റെ അകത്തൊക്കെ ഇട്ടു. പിന്നെ ഞാനത് അടച്ചു വെച്ചു കേട്ടോ. സക്സസ് ആയെന്ന് പറയാം. ഇനി നമുക്ക് സോപ്പിൽ മുക്കിയിട്ട് എന്താണ് സ്ഥിതി എന്ന് നോക്കാം. അപ്പം ഞങ്ങൾ മൂടിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പെർപ്പിൾ കളറ് സോപ്പാണ്. പിന്നെ ഞങ്ങൾ അതിൻ്റെ അകത്തൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്ത് ബബിൾസൊക്കെ വരുന്നുണ്ട്, പക്ഷേ കുറഞ്ഞോ എന്നൊരു സംശയം. പണ്ട് നന്നായിട്ട് വരികയായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളും കുറേ നേരം കുട്ടികളെ മാതിരി കുറേ ഓടി കളിച്ച് ചാടി കളിച്ചും ബബിൾസൊക്കെ പൊട്ടിച്ചിട്ട് നല്ല രസമുണ്ട്. കാണാൻ പൊട്ടിക്കാൻ തോന്നുന്നു. ഞങ്ങൾ കുറേ പൊട്ടിച്ചിട്ട് കൈകളൊക്കെ നന്നായിട്ട് സോപ്പായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കുറേ ബബിൾസ് എന്ന് പറഞ്ഞാൽ കുറേ ബബിൾസ് കാലുകൊണ്ട് കൈ കൊണ്ടൊക്കെ പൊട്ടിച്ചു. സോപ്പും പതയൊക്കെ തുടച്ച് മാറ്റണം, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഞങ്ങൾ പിന്നെയും കുറേ ബബിൾസ് ആക്കി. നല്ല രസമുണ്ടായിരുന്നു ബബിൾസ് കൊണ്ട് ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഇങ്ങോട്ട് ഫോണിൻ്റെ മുന്നിൽ വെച്ചിട്ടൊക്കെ ആക്കി. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിതാ ആ പാത്രത്തിൽ വെച്ചിട്ടാക്കി. നല്ല രസമുണ്ട്. അത് എടുത്ത് കഴിക്കാൻ തോന്നും, അത്രയ്ക്കും രസമുണ്ട്. കാണുമ്പോൾ വീണ് പോകുമെന്ന് തോന്നും കേട്ടോ. തിന്നാനൊന്നും പറ്റുന്ന സാധനമല്ല കേട്ടോ. കുറേ കളിച്ചു. കയ്യിലൊക്കെ ഞങ്ങൾ സോപ്പും പത നിറച്ച് വെച്ചു. പിന്നെ കയ്യിൽ നിന്ന് പോകാൻ കുറച്ച് കഷ്ടപ്പെട്ടു. പിന്നെ പിന്നത്തൊന്നും പറയാനൊന്നുമില്ല. എന്നാൽ ഓക്കേ, അസ്സലാമു അലൈക്കും.